പട്ടച്ചാരായമൊഴിച്ച് നശിപ്പിച്ച കൊട്ടാരത്തേക്കാൾ കഷ്ടമാണ് പുനഃസംഘടനയിൽ പൊട്ടിത്തെറിച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നേതാക്കൾക്ക് പോലും വലിയ പിടിയൊന്നുമില്ല. എം ഹസനാണ് കുറച്ചെങ്കിലും കാര്യം പിടികിട്ടിട്ടുള്ളത്. അത് വ്യക്തമായി ഹസൻ പറഞ്ഞിട്ടുമുണ്ട്. സെമി കേഡറാക്കാൻ നോക്കിയ പാർട്ടി ഇപ്പോൾ സേമിയ പായസത്തിലെ കോല് പോലെ ഐക്യമില്ലാതെ കിടപ്പാണെന്നാണ് ഹസൻജി പറയുന്നത്. ഇത് കേട്ടു നോക്ക്. ഗ്രൂപ്പ് യോഗങ്ങൾ എല്ലായിടത്തും സംസ്ഥാനം ഒട്ടുക്ക് നടക്കുന്നുണ്ട്. ഗ്രൂപ്പുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ ഗ്രൂപ്പ് യോഗങ്ങളും നടക്കുമല്ലോ. അതൊന്നും ഒരു പാതകമൊന്നുമല്ല. ഇതിൽ പരാതിയുള്ള ആളുകളെല്ലാവരും ഒരുമിച്ച് ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പറയും. എന്നാൽ ഹസൻ പറയുന്നത് അപ്പാടെ സമ്മതിച്ചു കൊടുക്കാൻ കെ സുധാകരന്റെ മനസ്സ് തയ്യാറല്ല. സുധാകരനുമുണ്ട് ചിലത് പറയാൻ. ഇവരൊക്കെ കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു? ഒരു കസേരക്കും മേശക്കും ചുറ്റുമിരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കി ലിസ്റ്റ് കൊടുക്കലായിരുന്നു. അതാണോ ഞങ്ങൾ ചെയ്തത്? അട്ടിമറിച്ചത് അവരാണ്, ഞങ്ങളല്ല. ഞങ്ങൾ അവർക്കെതിരെ ഞങ്ങൾ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പത്രസമ്മേളനം നടത്തിയില്ലല്ലോ. നിങ്ങൾ പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും ആരെങ്കിലും ആക്ഷേപിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ആരാ അട്ടിമറിച്ചത്? ഞങ്ങളാണോ? എന്റെ കുഞ്ഞി, ഒരു കാട്ടിലാവുമ്പോ കുറുക്കന്, പന്നി, പാമ്പ്, ബേട്ടാബിളിയൻ അങ്ങനെ ചല്ലിബില്ലെല്ലാം ഉണ്ടാവും. ഞാൻ പറയുന്നത് കാട് ഭരിക്കുന്ന ടീമിനെ കുറിച്ചാ. പുലി, കടുവ, സിംഹം, കിങ്സ് കിങ്സ് കിങ്സ്. നമ്മ അങ്ങനെ ഒരു കിങ്സാ. സിനിമയില് മമ്മൂട്ടിക്ക് അങ്ങനെയൊക്കെ പറയാം, അതിന് കയ്യടിയും കിട്ടും. എന്നാൽ ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആകുമ്പോൾ സുധാകരൻ, സതീശൻ, ചെന്നിത്തല, മുരളീധരൻ, തരൂർ ഇവരൊക്കെ കാണും. അവിടെ ഒരു സിംഗമേ പാടുള്ളൂ എന്നൊന്നും ഡയലോഗ് അടിക്കാനാവില്ല. ഇനി അഥവാ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചാലോ? കയ്യടിയല്ല, കൂട്ടയടിയാണ് ഉണ്ടാവുക. അലക്ക് തീർന്ന് കാശിക്ക് പോകാമെന്ന് വെച്ചാൽ നടക്കില്ല എന്നത് ഒരു പ്രയോഗമാണ്. കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും പ്രായോഗികമാക്കേണ്ടുന്ന ഒരു പ്രയോഗമാണിത്. സ്വതവേ ദുർബലമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അതിൻ്റെ കൂടെ തമ്മിൽ തല്ലുകൂടിയാകുമ്പോൾ എന്താവും അവസ്ഥ? മാമുക്കോയ്ക്ക് ശേഷം മലയാളത്തിലെ തഗ് രാജകുമാരൻ ആരെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരമുണ്ട്. എം ഹസൻ. ട്രോളാനും പറയുന്ന പഞ്ച് കൗണ്ടറുകളിലൂടെ മുഖമടച്ച് തല്ലാനും വല്ലാത്ത കഴിവാണ് ഹസൻജിക്ക്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ? അദ്ദേഹം കാണണമെന്ന് പറഞ്ഞു, വന്നു. ഞങ്ങൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് പ്രകൃതി, ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത്തവണ കാലവർഷം വൈകുന്നത് എന്നതിനെ കുറിച്ച് KPCC പ്രസിഡന്റ് വളരെ ഉത്കണ്ഠയോടുകൂടി എന്നോട് സംസാരിച്ചു. അപ്പം മഴ വൈകുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതാണ് പ്രധാനമായി ചർച്ച ചെയ്തത്. സംഗതി എന്തൊക്കെയായാലും മുരളീധരൻ ഇപ്പോൾ നല്ല ഫോമിലാണ്. ഫ്രാക്ഷനുകളൊക്കെ കൊടും പാപമാണെന്ന് മുരളീധരന് ബോധ്യം വന്നിട്ടുണ്ട്. ഇന്ന് ഇന്നലെ തുടങ്ങിയൊന്നുമല്ലല്ലോ, കൊണ്ടേങ്ങനെയുള്ള ഏർപ്പാടല്ലേ. അതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നുമില്ല. അത് മുമ്പേ ഉണ്ടായിരുന്നല്ലോ. മുമ്പ് കെ കരുണാകരനായിരുന്നു. ഇപ്പം അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിലെത്തി. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകും. ഏതായാലും ജനങ്ങൾ കോൺഗ്രസ് ഉൾപ്പെട്ട UDFനെ വിജയിപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവർക്ക് ഒരു നിരാശ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നു. വേണമെങ്കിൽ അങ്ങനെയും പറയാം. എന്നാലും പശ്ചാത്താപത്തോളം വലിയ പ്രായശ്ചിത്തം വേറെ ഇല്ലെന്നാണല്ലോ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷം എന്നാൽ പരാതിപക്ഷമാണെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ. പ്രതിപക്ഷത്തെ കേൾക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുമെങ്കിലും വാക്കും പ്രവൃത്തിയും നന്നാകുമ്പോൾ മാത്രമാണ് ആളുകൾ കേൾക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് ഈ പ്രതിപക്ഷത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഉള്ളിലെ പോരിനിടയിൽ അതവർ മറന്നുപോകുന്നു എന്നതുമാകാം. കേരളത്തിനൊരു പ്രതിപക്ഷ നേതാവുണ്ട്. ആ ബോധ്യം സതീശനുണ്ടെങ്കിലും രമേശനുണ്ടോ എന്നത് സംശയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലുള്ള ആ പ്രതിപക്ഷ നേതാവ് നാഗവല്ലിയെ പോലെ പുറത്തു ചാടും. കയ്യിൽ കിട്ടുന്നത് പഞ്ചസാര പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസാണെങ്കിലും അതുമെടുത്ത് വാർത്താസമ്മേളനം നടത്തിക്കളയും ചെന്നിത്തല. ഈ പദ്ധതിയുടെ ഇങ്ങനൊരു സ്ഥാപനം തന്നെ ധനകാര്യ വകുപ്പിന്റെ കീഴിൽ നിലനിൽക്കുന്നത് ടെൻഡറുകളിൽ ഒത്തുകളി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ടിന് കടലാസിന്റെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ഇത് ചവറ്റുകൊട്ടയിൽ എറിയേണ്ട റിപ്പോർട്ടാണ്. മൂത്ത കോൺഗ്രസിനെ കണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസും പഠിക്കുന്നത്. ആശാന്റെ നെഞ്ചത്ത് തന്നെ അഭ്യാസം പയറ്റി അവരും ഉഷാറാക്കുന്നുണ്ട്.
ഗ്രൂപ്പ് കളിയിൽ മൂത്തവരോട് മുട്ടാനുള്ള കെൽപ്പൊക്കെ യൂത്തന്മാർക്കും ഇപ്പോഴുണ്ട്. ഞങ്ങളുടെ പുതിയ നാടകമാണേ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. അല്ലെങ്കിലേ ഉപ്പുവെച്ച കലം പോലെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അതിനിടയിലാണ് പ്രാദേശിക ഭാരവാഹികൾക്കായുള്ള ഈ തല്ല്. ഇനിയിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. 20 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിക്കുപ്പായം തയ്ച്ചു വച്ചിരിക്കുന്നവർ ഓരോരുത്തരായി മാളങ്ങളിൽ നിന്ന് ഇറങ്ങിത്തുടങ്ങും. അത് കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനുണ്ട്. 140 ഇടങ്ങളിലും കുപ്പായം തുന്നിയവർ ആരൊക്കെയെന്ന് കണ്ടറിയാം. എല്ലാം കഴിഞ്ഞ് അഥവാ ഭരണമെങ്ങാനും കിട്ടിയാൽ മുഖ്യൻ്റെ കസേരയിലേക്ക് കൈനീട്ടി നിൽക്കുന്ന 4-5 പേർ വേറെയും. മൊത്തത്തിൽ ഇതിങ്ങനെ തുടരുമെന്ന് ഉറപ്പ്. CUC-കളിലൂടെ കോൺഗ്രസ് പുനർജീവിക്കുമെന്ന് മനപ്പായസമുണ്ട കെ സുധാകരൻ ഇന്നിപ്പോൾ എന്ത് ചിന്തിക്കുന്നുണ്ടാവും? കോൺഗ്രസ്സെ, നിങ്ങളെ നിങ്ങൾ തന്നെ കാത്തോളണേ.